Good morning all dear students. I am Sumayya, Assistant Professor, Department of Mathematics, KTCT College of Arts and Science, Kallambalam. Here we are discussing about the complementary course Statistics for the third semester BSc Mathematics students. The course name is Statistical Distributions. In this semester we have 5 modules to study. The first 4 modules are theory purpose and the fifth one is the practical paper. So we have 4 modules to study. The first module is based on standard distributions of discrete type. Here we have 6 discrete distributions. The first one is uniform distribution, second one is Bernoulli distribution and binomial distribution, Poisson distribution, geometric distribution and hypergeometric distribution. These are the discrete distribution. We discuss about one by one. The first one is uniform distribution. First, we have a definition for uniform distribution, that is, a random variable x is said to follow the uniform distribution of the discrete type if its PDF is given by f of x is equal to 1 by n when x is equal to x1, x2, etc. xn equal to 0 otherwise. അതായത് ഒരു റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ PDF നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റണം? 1/n എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഈ n എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് ആണ്. എത്ര വാല്യൂസ് ഉണ്ടോ അതാണ് n എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സിന് കിട്ടുന്ന വാല്യൂസ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1/n എന്നുള്ള ഫോമിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്തോന്ന് പറയാം? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. Here are the following are the some examples of random variables following uniform distribution. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ചില റാൻഡം വേരിയബിൾസിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് an unbiased coin be tossed and let x denote x is equal to 1 if head turns up and x is equal to 0 if tail turns up. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ എഴുതാൻ പറ്റും. കാരണം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 1 കിട്ടണം. എപ്പോഴാണ്? ഹെഡ് ടേൺ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. എക്സ് ഈക്വൽ ടു 0 കിട്ടുന്ന എപ്പോഴാണ്? ടെയിൽ ടേൺ ചെയ്യുമ്പോൾ. ഹെഡ് കിട്ടുമ്പോഴത്തേക്ക് 1 എന്നും ടെയിൽ കിട്ടുമ്പോൾ എക്സിന് വാല്യൂ 0 എന്നും എടുക്കണം. അപ്പോൾ നമുക്കറിയാം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് നമ്മൾ എക്സ്റ്റുവിന് പഠിച്ചിട്ടുള്ള കാര്യമാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഓരോന്നും കിട്ടുന്ന പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആണ്. എക്സ് ഈക്വൽ 0 കൊടുത്താലും 1/2 കിട്ടും. എക്സ് ഈക്വൽ ടു 1 കൊടുത്താലും 1/2 നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/2, എക്സ് ഇസ് ഈക്വൽ ടു 0, 1 ഈക്വൽ ടു 0 അതർവൈസ്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ഈ 1/2 എന്ന് പറയുന്നത് എക്സിന് എത്ര വാല്യൂസ് ഉണ്ട്? 0ഉം 1ഉം ആണ്. അപ്പോൾ എക്സിന് 2 വാല്യൂസ് ഉണ്ട്. ഇവിടെ 1/2 എന്ന് ആൻസറും കിട്ടി. നമുക്ക് 1/n എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റി. അപ്പോൾ എന്തെന്ന് പറയാം നമുക്ക്? So x follows the uniform distribution with n is equal to 2, x1 is equal to 0 and x2 is equal to 1. n വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് 1/2 എന്ന് എഴുതാൻ പറ്റി. therefore x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതുപോലെ സെക്കൻഡ് എക്സാമ്പിൾ ആണ് let an unbiased die be thrown and let x denote the number shown. അതായത് ഒരു അൺബയസ്ഡ് ഡൈ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുത്തെ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കിട്ടുന്ന നമ്പറാണ്. അതായത് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് നമുക്കറിയാം. ഏതാണ്? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് എക്സിൻ്റെ വാല്യൂ. അതായത് എക്സിൻ്റെ വാല്യൂസ് എവിടെ തൊട്ട് എവിടെ വരെയാണ്? 1 മുതൽ 6 വരെ കിട്ടാം. അപ്പോൾ 6 നമ്പേഴ്സാണ് എക്സിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ PDF നമ്മൾ എങ്ങനെ എഴുതും? PDF എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/6. 1/6 എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 6 വാല്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് 1/6 കിട്ടിയത്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. എക്സിന് കിട്ടുന്ന വാല്യൂസ് ആണ് n എന്ന് പറയുന്നത്. അപ്പോൾ 1/6, എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 5 6. അതായത് എക്സിന് 1 കൊടുത്താലും നമുക്ക് 1/6 കിട്ടും. എക്സിന് 2 കൊടുത്താലും 1/6 കിട്ടും. എക്സിന് 4 അങ്ങനെ ഏത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും 1/6 ആണ് പ്രോബബിലിറ്റി കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമാണ് എഫ് ഓഫ് എക്സ് 1/n എന്നാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1/6 കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡിസ്ക്രീറ്റ് ടൈപ്പ് ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടുമാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതിനുള്ള റാൻഡം വേരിയബിൾസിനുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ.
നെക്സ്റ്റ് നമുക്ക് ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കും. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് മീൻ, വേരിയൻസ്, MGF, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മളെല്ലാം ഫസ്റ്റ് സെമ്മ് മുതൽ സെക്കൻഡ് സെമ്മ് വരെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതെല്ലാം നമ്മൾ ഇനിയുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെല്ലാം കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ, വേരിയൻസ്, MGF ഇത്രയും നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്മൾ ഇത്രയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം മീൻ കണ്ടുപിടിക്കുകയാണ്. മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് സിഗ്മ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ആണെന്ന് നമുക്കറിയാം. കാരണം സിഗ്മ വന്നത് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. ഇവിടെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ് 1/n ആണ്. എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/n ആണ്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/n കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/n എന്ന് പറയുന്ന നമ്പർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുക്കുമ്പോൾ 1/n സിഗ്മ ഓവർ എക്സ് എക്സ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക് മീനിൻ്റെ ഡെഫിനിഷനാണ്. 1/n സിഗ്മ ഓവർ ഐ എക്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ എന്തോന്നാണ് അരിത്തമെറ്റിക് മീനാണ്. അതായത് നമ്മുടെ എക്സ് ബാർ ആണ്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് കിട്ടുന്നത്? എക്സ് ബാർ സാധാരണ സിമ്പിൾ അരിത്തമെറ്റിക് മീനാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഏത് കണ്ടുപിടിച്ചാൽ മതി? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതാണ് നമ്മുടെ എക്സ് ബാർ ആണ് നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് വേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ ഓവർ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ബാർ ആണ് നമുക്കറിയാം. അതുകൊണ്ട് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം ഏതാണ്? 1/n ആണെന്നറിയാം. അതിൽ 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് ഇട്ട് സിഗ്മ ഓവർ എക്സ് എക്സ് സ്ക്വയർ ഇൻറ്റു 1/n മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. നേരത്തെ ചെയ്തതുപോലെ 1/n പുറത്തെടുക്കുക. 1/n സിഗ്മ ഓവർ എക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. ഇത് നമ്മുടെ സാധാരണ വേരിയൻസിൻ്റെ ഇക്വേഷനാണ്. നമ്മൾ S1 കിട്ടുന്ന വേരിയൻസിൻ്റെ ഇക്വേഷനാണിത്. വേരിയൻസ് ഓഫ് എക്സ് നമുക്ക് എന്തോന്ന് കിട്ടും? 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീനും വേരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇക്വേഷനാണ്. സാധാരണ വേരിയൻസിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ മീനും വേരിയൻസ് കണ്ടുപിടിക്കാൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ചെയ്യുന്നത് പോലെ സാധാരണ നമ്മൾ മീനും വേരിയൻസ് കണ്ടുപിടിക്കുന്ന പോലെ ചെയ്താൽ മതി. ഇതിന് പ്രത്യേക ഇക്വേഷനൊന്നുമില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് മൊമെൻറ്റ്സ് ആണ്. നമ്മൾ സാധാരണ ആയിട്ട് ഇവിടെ റോ മൊമെൻറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സെൻട്രൽ മൊമെൻറ്റ്സിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ റോ മൊമെൻറ്റ് ആർത്ത് റോ മൊമെൻറ്റ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? മ്യൂ ആർ ഡാഷ് എന്നാണ്. അപ്പോൾ മ്യൂ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റൈസ് ടു ആർ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു സിഗ്മ ഓവർ എക്സ് എക്സ് റൈസ് ടു ആർ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1/n ആണ്. അപ്പോൾ സിഗ്മ ഓവർ എക്സ് എക്സ് റൈസ് ടു ആർ ഇൻറ്റു 1/n. അതിനെ 1/n പുറത്ത് 1/n ഇൻറ്റു സിഗ്മ ഓവർ എക്സ് എക്സ് റൈസ് ടു ആർ. ഇത്രയേ ഉള്ളൂ. ഇതാണ് മ്യൂ ആർ ഡാഷിൻ്റെ ഇക്വേഷൻ. ആർത്ത് റോ മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 1/n സിഗ്മ ഓവർ എക്സ് എക്സ് റൈസ് ടു ആർ ആണ്. നമ്മൾ ഈ റോ മൊമെൻറ്റ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നതിൽ ആറിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ മ്യൂ 1 ഡാഷ് കിട്ടും. ആറിന് പകരം മ്യൂ 2 ഡാഷ് അങ്ങനെ മ്യൂ 3 ഡാഷ് മ്യൂ 4 ഡാഷ് ഇത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ ആറിന് പകരം 1ഉം 2ഉം 3 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ജനറലായിട്ട് മ്യൂ ആർ ഡാഷ് എഴുതിയേക്കുന്നത്. അപ്പോൾ മ്യൂ 1 ഡാഷൊക്കെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പകരം ആറിന് പകരം 1 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നമുക്കുള്ളത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഏത്? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ, അതായത് നമ്മുടെ MGF. MGF എല്ലാ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് MGF എന്ന് പറയുന്നത്. അപ്പോൾ MGFിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ MXT ആണ്. അപ്പോൾ അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു TX ആണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് MXT എന്നും ഇക്വേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു TX ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു TX നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് തന്നെ സിഗ്മ ഓവർ എക്സ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഏതാണ്? ഇ റൈസ് ടു TX ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റൈസ് ടു TXൻ്റെ ഇക്വേഷൻ എഴുതാം. ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? 1/n ആണ്. അപ്പോൾ 1/n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ 1/n എടുക്കുക. ബാക്കിയുള്ള അതുപോലെ എഴുതുക. അപ്പോൾ 1/n സിഗ്മ ഓവർ എക്സ് ഇ റൈസ് ടു TX എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ MGF എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ ഈ ഇക്വേഷൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിന് ഡെറിവേഷൻ പെട്ടെന്ന് അങ്ങ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ളത്. മീന്, വേരിയൻസ്, മൊമെൻറ്റ്സ്, MGF. ഇനി നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ആൻ അൺബയസ്ഡ് ഡൈ ഈസ് ത്രോൺ. ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഷോൺ. ഫൈൻഡ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. അതായത് നമ്മളൊരു അൺബയസ്ഡ് ഡൈ ത്രോ ചെയ്യുകയാണ്. ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര നമ്പേഴ്സ് വരും, 1 മുതൽ 6 വരെ നമ്പേഴ്സ് കിട്ടും ഡൈയിൽ. അതിൽ നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതാണ് ഡിനോട്ട് ചെയ്യുന്നത്, നമ്പർ ഷോൺ ത്രോൺ ആണ്, നമുക്ക് കിട്ടുന്ന നമ്പേഴ്സാണ്. അതായത് എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്, 1 2 3 4 5 6. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മീനും വേരിയൻസും ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ആദ്യം എഴുതാം. f(x) നമുക്കറിയാം. ഇതിന് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഷോൺ ആണ്, ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അതായത് f(x) നമുക്കറിയാം 1/6 ആണ്. എക്സിൻ്റെ വാല്യൂസ് 1 2 3 4 5 6. ഇത് നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും എക്സ് അത് ഫോളോ ചെയ്യും, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാം. ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് f(x) എഴുതിയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. എക്സ് എന്തോന്ന് ഫോളോ ചെയ്യുന്നു, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മീനും വേരിയൻസ് കണ്ടുപിടിക്കണം. മീനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സാധാരണ അരിത്തമെറ്റിക് മീനിൻ്റെ ഇക്വേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ 1/n സിഗ്മ ഓർ എക്സ് ആണ്. എന്നിൻ്റെ വാല്യൂ എന്തോന്നാണ്, 6 ആണ്. 1/n എന്ന് പറയുന്നത് 1/6 ഇൻറ്റു സിഗ്മ ഓവർ എക്സ് ഇസ് ഈക്വൽ ടു 1 to 6 എക്സ്. അവിടെ നമ്മൾ എക്സിന് പകരം 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് കൊടുത്ത് സം ചെയ്തെടുക്കുക. അപ്പോൾ 1/6 ഇൻറ്റു 1 + 2 എക്സെട്രാ പ്ലസ് 6 വരെ കിട്ടും. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ആൻസർ നമുക്ക് 7/2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ് 1/n സിഗ്മ ഓവർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ ഓവർ എക്സ് ഇസ് ഈക്വൽ ടു 1 to 6 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 7/2 ആണ്. 7/2ൻ്റെ സ്ക്വയർ. ഇനി സിഗ്മ ഓവർ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് എക്സിൻ്റെ വാല്യൂ ഓരോന്നിനും കൊടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് സം എടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്തേക്കുന്നത്. 1/6 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് 6 സ്ക്വയർ മൈനസ് 7/2ൻ്റെ സ്ക്വയർ 49/4 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എന്നെ സിംപ്ലിഫൈ ചെയ്യുക. 91/6 മൈനസ് 49/4 ഈക്വൽ ടു 35/12 എന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ്. ഒരു ഡൈ ത്രോ ചെയ്യുമ്പം എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ കിട്ടുന്നതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിന് മീനും വേരിയൻസ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ S1 ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മീനും വേരിയൻസൊക്കെ കണ്ടുപിടിക്കുക. ഇപ്പോൾ എക്സ്പെക്ടേഷൻ എന്നും ഇക്വേഷൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ രീതിയിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫൈൻഡ് ദ MGF ഓഫ് എക്സ് ഇഫ് എക്സ് follows the uniform distribution and takes values 1 2 3 4. ഓൾസോ ഫൈൻഡ് mu2. ഇവിടെ MGF കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ് 1 2 3 4 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് MGF കണ്ടുപിടിക്കണം. mu2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരിയൻസ് ആണ്. വേരിയൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതായത് എക്സിന് എത്ര വാല്യൂസ് ഉണ്ട്, 4 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4, എക്സ് ഇസ് ഈക്വൽ ടു അതായത് 1 2 3 4 ആണ്. അങ്ങനെ നമുക്ക് f(x) വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ എഴുതാൻ പറ്റും. 1/4, എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 എന്നുണ്ടെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ മാത്രം എഴുതിയാലും മതി. ഇനി നമുക്ക് വേണ്ടത് MGF ആണ്. MGFനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്, MXT ആണ്. MXT ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1/n ഇൻറ്റു സിഗ്മ ഓവർ എക്സ് e⁻t(x) എന്ന് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ ഓവർ എക്സ് ഇസ് ഈക്വൽ ടു 1 to 4 ആണ്. എക്സിൻ്റെ വാല്യൂ 1 മുതൽ 4 വരെ e⁻tx. ഇനി അടുത്ത സ്റ്റെപ്പിൽ e⁻txൽ എക്സിന് പകരം ഓരോ വാല്യൂസും കൊടുത്ത് അതിനെ സം ചെയ്തെടുക്കുക. അപ്പോൾ 1/4 ഇൻറ്റു e⁻t ഇൻറ്റു 1 പ്ലസ് e⁻t ഇൻറ്റു 2 പ്ലസ് e⁻t ഇൻറ്റു 3 പ്ലസ് e⁻t ഇൻറ്റു 4. അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. 1/4 ഇൻറ്റു e⁻t പ്ലസ് e⁻2t പ്ലസ് e⁻3t പ്ലസ് e⁻4t. ഇതാണ് നമുക്ക് കിട്ടുന്ന MXT. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് mu2 ആണ്. mu2 മീൻസ് നമ്മുടെ വേരിയൻസ്. വേരിയൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് mu2' മൈനസ് mu1' സ്ക്വയർ എന്നാണ് വരാനുള്ളത്. അതിൽ നമുക്ക് ഏത് വേണം, റോ മൊമെൻറ്റ്സ് വേണം. ഏതൊക്കെ mu1' വേണം, mu2' വേണം. അപ്പോൾ mu1' എന്ന് പറയുന്നത് നമ്മുടെ മീനാണ് നമുക്കറിയാം. അതുപോലെ mu2' എന്ന് പറയുന്നത് സെക്കൻഡ് റോ മൊമെൻ്റ് ആണ്. അതിൽ നമ്മൾ r' കണ്ടുപിടിച്ചതിൽ ആ ഇക്വേഷനിൽ rന് പകരം 2 കൊടുത്താൽ മതി. അപ്പം mu2' കിട്ടും.
നമുക്കറിയാം എം ജി എഫും റോമോൺസും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ S2 പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മ്യൂ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ഡി റൈസ് ടു ആർ ബൈ ഡി ടി റൈസ് ആർ ഓഫ് എം എക്സ് ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. അതായത് മ്യൂ ആർ ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എം എക്സ് ടി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുക്കണം. ഇത്രാമത് ആർത്ത് ഡെറിവേറ്റീവ് എടുക്കുക. ആർത്ത് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, അല്ലെ ടിക്ക് പകരം 0 എടുക്കുക. നമുക്ക് ഏത് കിട്ടും? മ്യൂ ആർ ഡാഷ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ആറിന് പകരം 1 കൊടുത്താൽ നമുക്ക് മ്യൂ 1 ഡാഷ് കിട്ടും. അതായത് മ്യൂ 1 ഡാഷ് ഇസ് ഈക്വൽ ടു ആറിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഡി ബൈ ഡി ടി ഓഫ് എം എക്സ് ടി നമ്മൾ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അറ്റ് ടി ഈസ് ഈക്വൽ 0. നമ്മൾ ടിക്ക് 0 കൊടുക്കുന്നവരെ ഈ സ്റ്റെപ്പിൽ ടി ഈസ് ഈക്വൽ 0 എന്ന് എഴുതാം. ഇനി ഡി ബൈ ഡി ടി എന്നാൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുക്കുക എന്നാണ്. അപ്പോൾ ഇ റൈസ് ടു ഇതിൻ്റെ മൊത്തത്തിൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/4 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇട്ട് ബാക്കി ഇ റൈസ് ടു ടി ഉള്ള ടേംസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇ റൈസ് ടു ടി ഡെറിവേറ്റീവ് ഇ റൈസ് ടു ടി തന്നെ കിട്ടും. ഇ റൈസ് ടു 2t ഡെറിവേറ്റീവ് ഇ റൈസ് ടു 2t ഇൻറ്റു 2 ആണ്. ഇവിടെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് വരുന്നത്. പ്ലസ് അടുത്ത ഇ റൈസ് ടു 3t ഡെറിവേറ്റീവ് അതുപോലെ വരും. ഇ റൈസ് ടു 3t ഇൻറ്റു 3 ആണ്. അതുപോലെ ഇ റൈസ് ടു 4t ഡെറിവേറ്റീവ് ഇ റൈസ് ടു 4t ഇൻറ്റു 4 വരും. ഡെറിവേറ്റീവ് ആണ്, ഇൻറ്റഗ്രേഷൻ അല്ല, ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 4 വരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്തുവാ? ടിക്ക് പകരം 0 കൊടുക്കുക. ടിക്ക് പകരം 0 കൊടുക്കുമ്പം 1/4 ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, നമുക്കറിയാം. അപ്പോൾ 1 പ്ലസ് ഇവിടെ ഇ റൈസ് ടു 0 1 എന്ന് കിട്ടും. ഇൻറ്റു 2 ആകുമ്പോഴത്തേക്ക് 2 എന്ന് ആൻസർ കിട്ടും. അതുപോലെ ടിക്ക് പകരം 0 കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു ടിയുടെ എല്ലാ ടേമും തോന്നാൻ ഇപ്പോൾ ഇ റൈസ് ടു 0 ടേം ആകുമ്പോഴത്തേക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് 1/4 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 എന്ന് കിട്ടും. സിംപ്ലിഫൈഡ് ആൻസറാണ് 5/2. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന മ്യൂ 1 ഡാഷിൻ്റെ വാല്യൂ 5/2 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് മ്യൂ 2 ഡാഷാണ്. മ്യൂ 2 ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ഓഫ് എം എക്സ് ടി അറ്റ് ടി ഈസ് ഈക്വൽ ടു 0. ഇനി ഇത് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എം എക്സ് ടി ആണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അതിന് പകരം എന്ത് ചെയ്താൽ മതി? നേരത്തെ എടുത്ത ഡെറിവേറ്റീവിന് ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് ഡി ബൈ ഡി ടി ഓഫ് നേരത്തെ നമ്മളൊരു മ്യൂ 1 ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഡെറിവേറ്റീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് നേരത്തെ അവിടെ കിട്ടിയ ആൻസറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇ റൈസ് ടു ടി പ്ലസ് 2 ഇ റൈസ് ടു ടി പ്ലസ് 3 ഇ റൈസ് ടു 3t പ്ലസ് 4 ഇ റൈസ് ടു 4t ഡിവൈഡ് ബൈ 4. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി. എന്നിട്ട് ടിക്ക് വരാം 0 കൊടുത്താൽ നമുക്ക് മ്യൂ 2 ഡാഷ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡെറിവേറ്റീവ് എടുക്കുക. ഇ റൈസ് ടു ഡെറിവേറ്റീവ് ഇ റൈസ് ടു ടി പ്ലസ് 2 ഇ റൈസ് ടു 2tൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു ഇ റൈസ് ടു 2tൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു 2t ഇൻറ്റു 2 വരും. അപ്പോൾ ആ 2ഉം ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 4 എന്ന് കിട്ടും. അതുപോലെ അത് 3 ഇ റൈസ് ടു 3t ഡെറിവേറ്റീവ് 3 ഇൻറ്റു ഇ റൈസ് ടു 3t ഇൻറ്റു 3 വരും. അപ്പോൾ നമുക്ക് 9 ഇ റൈസ് ടു 3t എന്ന് കിട്ടും. അതുപോലെ 4 ഇ റൈസ് ടു 4t ഡെറിവേറ്റീവ് 4 ഇൻറ്റു ഇ റൈസ് ടു 4t ഇൻറ്റു 4 വരും. അപ്പോൾ നമുക്ക് 16 ഇ റൈസ് ടു 4t എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ടിക്ക് വരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇ റൈസ് ടു എന്ന് പറയുന്ന ടേംസ് എല്ലാം 1 ആയി പോകും. ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 4. അപ്പോൾ നമുക്ക് ആൻസർ 15/2 എന്ന് കിട്ടും മ്യൂ 2 ഡാഷിൻ്റെ വാല്യൂ. ഇനി വേരിയൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വേരിയൻസ് ആണ് മ്യൂ 2 എന്ന് പറയുന്നത്. മ്യൂ 2ൻ്റെ ഇക്വേഷൻ മ്യൂ 2 ഡാഷ് മൈനസ് മ്യൂ 1 ഡാഷിൻ്റെ സ്ക്വയർ ആണ്. ഇത് നമ്മൾ S1 പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മ്യൂ 2 ഡാഷിൻ്റെ വാല്യൂ നമുക്കറിയാം, മ്യൂ 1 ഡാഷിൻ്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻസർ നമുക്ക് 5/4 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. വേരിയൻസ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് വേരിയൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിലേഷൻ ചെയ്യാനുള്ളത് ഡി റൈസ് ടു ആർ ബൈ ഡി ടി റൈസ് ടു ആർ ഓഫ് എം എക്സ് ടി വെച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ പഠിക്കാനുള്ളത്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡിസ്ക്രീറ്റ് ടൈപ്പ്. ഇതിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈപ്പിലും വരുന്നുണ്ട്. അതുകൊണ്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈപ്പ് എന്ന് എടുത്ത് പറഞ്ഞേക്കും. കണ്ടിന്യൂസ് ടൈപ്പിലും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസും പ്രോബ്ലംസും. ഇനി നെക്സ്റ്റ് നമുക്കുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ റാൻഡം വേരിയബിൾ വിച്ച് ടേക്കൺ 2 values 0 and with probabilities q and p respectively. That is p of x is equal to 0 equal to q and p of x is equal to 1 equal to p. This variable is said to have Bernoulli distribution. അതായത് നമ്മൾ പറയുന്നത് ഒരു റാൻഡം വേരിയബിളിന് 2 values
കിട്ടും. ഏതൊക്കെയാണ്? 0യും 1ഉം. അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ഏതൊക്കെയാണ്? ക്യൂവും പിയും ആണ്. അതായത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സിന് പകരം 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന പ്രോബബിലിറ്റിയാണ് ക്യൂ. അതുപോലെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പി. ഇവിടെ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസും എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറും ആയിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത്. മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഈക്വൽ ടു ക്യൂ എന്നും പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഈക്വൽ ടു പി എന്നും പറയും. അങ്ങനെ പറയാം. ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏത് ഫോളോ ചെയ്യുന്നു? ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു. അതായത് നമുക്ക് എക്സിന് 2 ഔട്ട്കം മാത്രമേ കിട്ടാൻ പാടുള്ളൂ. എക്സിന് 0യും 1ഉം വാല്യൂസ് കിട്ടണം. അതിന് കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ക്യൂവും പിയും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ, നേരത്തെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്തതുപോലെ തന്നെ മീനും വേരിയൻസും ഏത് കണ്ടുപിടിക്കണം? ബെർണോളി ഡിസ്ട്രിബ്യൂഷനും മീനും വേരിയൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീൻ ചെക്ക് ചെയ്യാം. മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം സിഗ്മ ഓവർ എക്സ് എക്സിന് എഫ് ഓഫ് എക്സ്. ഇവിടെ സിഗ്മ വന്നതുകൊണ്ടാണ് ഡിസ്ക്രീറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ സിഗ്മ വന്നേക്കുന്നത്. ഇനി നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്? ക്യൂവും പിയും ഉണ്ട്. അതുകൊണ്ട് എക്സിന് വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് ക്യൂവും പിയും മാറി വരും. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് ഈക്വൽ ടു 0,1 ഇൻറ്റു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ ആദ്യം എക്സിന് വരും 0 കൊടുക്കുക. അപ്പോൾ 0 ഇൻറ്റു 0 കൊടുക്കുമ്പോഴുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം എന്താണ്? ക്യൂ ആണ് നമുക്കറിയാം. അപ്പോൾ 0 ഇൻറ്റു ക്യൂ പ്ലസ് 1 കൊടുക്കുക. 1 ഇൻറ്റു അപ്പോൾ ഉള്ള പ്രോബബിലിറ്റി പി ആണ്. അപ്പോൾ 1 ഇൻറ്റു പി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ പി എന്ന് കിട്ടും. അപ്പോൾ എന്താണ്? ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് ഏതാണ്? പി ആണ്. ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ പി ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസിന് അറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണെന്നറിയാം. ഇനി ഇവിടെ നേരത്തെ ചെയ്ത പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെഫിനേഷൻ സിഗ്മ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു പി ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ പി സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിന് പകരം 0യും 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എക്സിന് പകരം ആദ്യം 0 കൊടുക്കുക. അപ്പോൾ 0 സ്ക്വയർ ഇൻറ്റു അപ്പോഴുള്ള പ്രോബബിലിറ്റി ക്യൂ ആണ് പ്ലസ് അടുത്ത 1 എന്ന് കൊടുക്കുക. 1 സ്ക്വയർ ഇൻറ്റു അപ്പോഴുള്ള പ്രോബബിലിറ്റി പി ആണ് മൈനസ് പിയുടെ സ്ക്വയർ. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് പി മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നമ്മൾ ജസ്റ്റ് ആ പി ഒന്ന് കോമൺ ആണ്, ഒന്ന് പുറത്തെടുക്കുക. അപ്പോൾ പി ഇൻറ്റു 1 മൈനസ് പി എന്ന് കിട്ടും. ഈ 1 മൈനസ് പിക്ക് വരാൻ ക്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം 1 മൈനസ് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 മൈനസ് പി എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പോൾ ഈ പി ഇൻറ്റു 1 മൈനസ് പിക്ക് വരാൻ പി ക്യൂ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് പി ക്യൂവും മീൻ എന്ന് പറയുന്നത് പി യു ആണ്. ഡിസ്ട്രിബ്യൂഷൻ മീൻ പിയും കിട്ടും. വേരിയൻസ് എന്ന് പറയുന്നത് പി ക്യൂ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. കാരണം ഇതിൻ്റെ ജനറൽ കേസ് നമുക്ക് അടുത്ത് പഠിക്കാനുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇതിന് n ടൈംസ് വരുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ പിയും വേരിയൻസ് പി ക്യൂ ആണ്. പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1ഉം ക്യൂ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0യും ആണ്. അപ്പോൾ മീനും വേരിയൻസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കുള്ളത് മീനും വേരിയൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏതാണ്? മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. നമ്മുടെ എം ജി എഫ് ആണ് വരുന്നത്. അപ്പോൾ എം ജി എഫിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എം എക്സ് ടി ആണ് നമുക്കറിയാം. എം എക്സ് ടി എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി എക്സ്. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടി എക്സിൻ്റെ ഡെഫിനേഷൻ അറിയാം. ഏതാണ്? എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ എക്സ് ഇ റേസ് ടു ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0യും 1ഉം ആയതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്സിന് ആദ്യം 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ തൊട്ടും ഇ റേസ് ടു ടി ഇൻറ്റു 0 ഇൻറ്റു അപ്പോഴുള്ള പ്രോബബിലിറ്റി ക്യൂ ആണെന്നറിയാം പ്ലസ് അടുത്ത എക്സിന് വരെ 1 കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു ടി ഇൻറ്റു 1 ഇൻറ്റു അപ്പോഴുള്ള പ്രോബബിലിറ്റി പി ആണ്. 0 കൊടുക്കുമ്പോഴുള്ള പ്രോബബിലിറ്റി ക്യൂവും 1 കൊടുക്കുമ്പോഴുള്ള പ്രോബബിലിറ്റി പിയും ആണ്. അത് മാറിപ്പോകരുത്. അപ്പം ഇതോട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനോമിയൽ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ് എന്ന് പറയുന്നത് ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളാം. ക്യൂ പ്ലസ് പി ഇ റേസ് ടു ടി ആണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബെർണോളിയുടേത് മീനും വേരിയൻസും മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സിമ്പിളാണ്. ആദ്യത്തെ 2 ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഒരുപാടൊന്നും പഠിക്കാനുള്ള പ്രോബ്ലംസിലും വലുതായിട്ടും ചോദിക്കത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ എക്സാമിന്. അപ്പോൾ നമ്മൾ മീൻ, വേരിയൻസ്, എം ജി എഫ് ഇത്രയാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമുക്കുള്ളത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ അതിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അതൊക്കെ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.